ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ആരോപണം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് തിരിക്കുകയാണ് പ്രതിപക്ഷം. സ്വർണം മോഷ്ടിച്ച് വിറ്റത് ഏത് കോടീശ്വരനാണെന്ന് കടകംപള്ളി സുരേന്ദ്രന് അറിയാമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് പറഞ്ഞത്. അടിച്ചുമാറ്റാൻ കഴിയുന്ന മുഴുവൻ സാധനങ്ങളും അടിച്ചുമാറ്റി കഴിഞ്ഞു. മന്ത്രി വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കുകയാണ് വേണ്ടത്. നിയമസഭയിൽ പ്രകോപനമുണ്ടാക്കിയത് മുഖ്യമന്ത്രിയാണെന്നും സതീശൻ പറഞ്ഞു. ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് കൊടുത്തുവെന്ന് മാത്രമല്ല, കട്ടളപ്പടി വരെ, വാതിലും കട്ടളപ്പടി വരെ അടിച്ചു മാറ്റിയിരിക്കുകയാണ്. ഇനി അയ്യപ്പ വിഗ്രഹം മാത്രമുള്ള അവിടെ. അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് അറിയാം ഏത് കോടീശ്വരനാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം വിറ്റിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനും CPM-ഉം ഏത് കോടീശ്വരന്റെ കയ്യിലാണ് ഈ ദ്വാരപാലക ശില്പം കോടിക്കണക്കിന് വിറ്റിരിക്കുന്നത് എന്ന് പറയാൻ തയ്യാറാകണം. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നാണ് പ്രകോപനം ഉണ്ടായത്. മുഖ്യമന്ത്രി എന്തിനാണ് സീറ്റിൽ നിന്നുകൊണ്ട് പ്രകോപനപരമായ കാര്യങ്ങൾ പറഞ്ഞത്? അതിന് ഞങ്ങളുടെ മെമ്പർമാർ മറുപടി പറഞ്ഞു കാണും. ഇതിനു മുൻപുള്ള ഏതെങ്കിലും മുഖ്യമന്ത്രിമാർ ഇങ്ങനെ പ്രതിപക്ഷം സമരം ചെയ്യുന്ന സമയത്ത് സീറ്റിലിരുന്നുകൊണ്ട് ഒച്ചയുണ്ടാക്കി, ബഹളമുണ്ടാക്കി പ്രതിപക്ഷ അംഗങ്ങളെ അവഹേളിക്കുമോ? വിജിൻ വായതോട് കൂടുതൽ വിവരങ്ങളുമായി. വിജിൻ, ഈ പ്രശ്നത്തെ എങ്ങോട്ട് വികസിപ്പിക്കാനാണ് പ്രതിപക്ഷം ഇപ്പോൾ ആലോചിക്കുന്നത്? രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരിക, CPI-ലെ പ്രധാന നേതാവുമായി ഇതിനെ കണക്ട് ചെയ്യുക എന്ന പ്ലാനിലാണോ പ്രതിപക്ഷം ഇപ്പം മൂവ് ചെയ്യുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഇത് ദേവസ്വം ബോർഡിന്റെയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും മുൻ പ്രസിഡന്റുമാരുടെയും ഒക്കെ തലയിൽ മാത്രം കെട്ടിവെച്ച് രാഷ്ട്രീയപരമായി അതിൽ നിന്ന് മാറാനുള്ളൊരു നീക്കമാണ് CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ കാലത്ത് അല്ല എന്നുള്ള വാദങ്ങൾ ഉന്നയിക്കുകയും ഒപ്പം തന്നെ മന്ത്രിമാർക്കോ മന്ത്രിസഭയ്ക്കോ സർക്കാരിനോ ഇക്കാര്യത്തിൽ യാതൊന്നും ചെയ്യാനില്ല. കാരണം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുള്ള പരിശോധനകൾ ഒക്കെയാണ് നടക്കേണ്ടിയിരുന്നത് എന്നുള്ള ഒരു നിലപാടിലേക്ക് CPM എത്തുന്നത്. പക്ഷേ രാഷ്ട്രീയപരമായി CPM-ന് മേൽ തന്നെ ഈ ആരോപണങ്ങൾ ഉയർത്താൻ, അതിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നിലവിൽ പ്രതിപക്ഷം എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതാണ് നിരന്തരമായി കഴിഞ്ഞ 3 ദിവസമായി സഭാ സമ്മേളനം പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷം അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നത്. അത് ഒന്നുകൂടി കടുപ്പിച്ചാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ എല്ലാം അറിയാമായിരുന്നു എന്നുള്ള ഒരു നിലപാടിലേക്ക് പ്രതിപക്ഷ നേതാവ് നിലവിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏത് കോടീശ്വരനാണ് ദ്വാരപാലക ശില്പം വിറ്റത് എന്ന കാര്യം കടകംപള്ളി സുരേന്ദ്രന് അറിയാം. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് അറിയാം എന്നുള്ള പുതിയ ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. അത്തരത്തിലുള്ളൊരു വിഷയം അത് കൂടുതൽ കടുപ്പിച്ച് പുതിയതായി ഉയർത്തുകയാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് ചെയ്തത്. എന്തായാലും CPM-ന് ഈ വിഷയത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല, സർക്കാരിനും ഈ വിഷയത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ദേവസ്വം മന്ത്രിയും ഒപ്പം തന്നെ ദേവസ്വം പ്രസിഡന്റും രാജിവെക്കണമെന്ന ഉറച്ച നിലപാടിലേക്ക് പോകുന്നു. ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാം എന്നുള്ള നീക്കമാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുള്ളതെങ്കിൽ അത് അങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്നുള്ള നിലപാട് തന്നെ പ്രതിപക്ഷ നേതാവ് ഇന്ന് വീണ്ടും സ്വീകരിക്കുകയാണ്. പ്രതിപക്ഷത്തെ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട, അത് വിലപ്പോവില്ല എന്ന് മുഖ്യമന്ത്രിക്ക് കൂടി മറുപടി പറയുകയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് സഭ വിട്ട് ഇറങ്ങിയ ശേഷം ചെയ്തത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ എല്ലാം അറിയാം എന്ന് പറയുകയാണ് പ്രതിപക്ഷ നേതാവ്. സ്വർണ്ണപ്പാളി അടിച്ചു മാറ്റി കേരളത്തിലെ ഏത് കോടീശ്വരനാണ് വിറ്റത് എന്ന കാര്യം കടകംപള്ളിക്ക് അറിയാം. കടകംപള്ളി അത് പറയട്ടെ എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. കാരണം 2019 സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ട് പോകുമ്പോൾ അപ്പോൾ ദേവസ്വം മന്ത്രിയായിരുന്നത് കടകംപള്ളി സുരേന്ദ്രനായിരുന്നു. കടകംപള്ളി സുരേന്ദ്രൻ ഈ കാര്യത്തിൽ ഇതുവരെ അദ്ദേഹത്തിന്റെ നിലപാടോ അഭിപ്രായമോ പ്രതികരണമോ തന്നിട്ടില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്.